സംഘപരിവാർ വൃത്തങ്ങൾ ബീഹാറിലെ ആഘോഷം തുടരുന്നത് കണ്ടപ്പോൾ നമ്മുടെ ബീഹാറിലെ സുശാസൻ ബാബുവിന്റെ ഇതുവരെയുള്ള ചരിത്രം ഒന്ന് ആലോചിച്ചു പോവുകയാണ്. ഇത്തവണ സാമാന്യം കനത്ത ഭൂരിപക്ഷത്തിൽ തന്നെ എൻഡിഎ മുന്നണി വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ബീഹാറിലെ കഴിഞ്ഞ 3 അസംബ്ലി തിരഞ്ഞെടുപ്പിലും ജയിച്ച ശേഷം നിതീഷ് 3 വർഷം തികയും മുൻപേ മറുകടം ചാടിയിട്ടുണ്ട് എന്ന ചരിത്രം ആരും മറക്കരുത്. എന്തായാലും ഇന്ത്യ സഖ്യവും കോൺഗ്രസും RJDയും എല്ലാം തോൽവി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. വോട്ടർ ലിസ്റ്റ് അട്ടിമറിച്ചും വോട്ടർമാർക്ക് കൈക്കൂലി കൊടുത്തും നേടിയ അധാർമിക വിജയമെന്നാണ് ഇതുവരെയുള്ള അവരുടെ വിലയിരുത്തൽ എന്തായാലും ജയം ജയമാണ്, തോൽവി തോൽവിയും. എങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപേ ഒരുപക്ഷെ തേജസ്വി വീണ്ടും ഉപമുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് വിജയവും പരാജയവുമല്ല, ബീഹാറിൽ ജനവിധിയിൽ ജയിച്ച ശേഷം എല്ലായ്പ്പോഴും സംഭവിക്കാറുള്ള ചാഞ്ചാട്ടത്തെ കുറിച്ചാണ്. അതിലെ പരാജിതർ മാറി മറിയുന്നുണ്ടെങ്കിലും വിജയി എല്ലായ്പ്പോഴും ഒരാളാണ്. സുശാസൻ ബാബു, നിതീഷ് കുമാർ. തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് സംഭവിച്ചതെങ്കിലും RJD അത്ര വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതിലും വലിയ തോൽവിയാണ് അവർക്ക് 2010 സംഭവിച്ചത്. 2015 അവർ തിരിച്ചു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന കാര്യം അതല്ല. കഴിഞ്ഞ 3 തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ചാണ്. 2010 BJPയുമായി സഖ്യം ചേർന്ന വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന നിതീഷ് പക്ഷേ 2013 നരേന്ദ്രമോദി BJP നേതാവായി വന്നതോടെ മതേതരത്തിൽ നിന്നും BJP അകലുന്നു എന്ന് ആരോപിച്ച് NDAയിൽ നിന്നും പിന്മാറുകയായിരുന്നു. പക്ഷെ ആകെ 115 സീറ്റ് ഉണ്ടായിരുന്നതിനാലും RJD എതിർക്കാതിരുന്നതിനാലും BJPയെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി ഒറ്റയ്ക്ക് മന്ത്രിസഭ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാൻ നിതീഷിനായി. ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ, മോദി ഉൾപ്പെടെയുള്ള എല്ലാ BJP മന്ത്രിമാരും 2013 ജൂണിൽ രാജിവെച്ച് പ്രതിപക്ഷത്തേക്ക് പോയി. അതിനിടെ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഉണ്ടായപ്പോൾ ഇടക്കാലത്ത് ജതിൻ റാം മാഞ്ചി കസേരയിലിരുത്തിയെങ്കിലും കടിഞ്ഞാൺ കയ്യിൽ തന്നെയായിരുന്നു. പിന്നാലെ 2015 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ RJDയുമായും കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കി വൻ ഭൂരിപക്ഷം നേടി വീണ്ടും അധികാരത്തിൽ വന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ NDAയിലെ പോലെ മഹാഗഡ്ബന്ധനിൽ RJDയും JDUവും 101 വീതം സീറ്റിലാണ് മത്സരിച്ചത്. 178 സീറ്റാണ് മുന്നണിക്ക് ലഭിച്ചത്. BJP 53ലേക്ക് ഒതുങ്ങിപ്പോയി. കൂടുതൽ സീറ്റുകൾ RJDക്കാണ് ലഭിച്ചതെങ്കിലും നിതീഷിനെ തന്നെ സംഖ്യം മുഖ്യമന്ത്രിയാക്കി. RJDയുടെ തേജസ്വി ഉപമുഖ്യമന്ത്രിയായി. എന്നാൽ കൃത്യം 2 കൊല്ലം തികയും മുൻപേ നിതീഷ് വീണ്ടും മറുകണ്ഠം ചാടി. എന്നാൽ തേജസ്വിക്കെതിരായി അഴിമതി ആരോപണം വന്നെന്നു പറഞ്ഞ് മോദിയുടെ മതേതരത്വമാണ് മെച്ചമെന്ന് പറഞ്ഞ് ആശാൻ BJPയുടെ കൂടെ കൂടി വീണ്ടും മുഖ്യമന്ത്രിയായി. BJPയും മന്ത്രിസഭയിൽ പങ്കാളിയായി. പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് 2020 ഇത്തവണ BJPയുടെ കൂടെയാണ് മത്സരത്തിനിറങ്ങിയത്. സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും BJPയേക്കാൾ വളരെ കുറച്ച് സീറ്റാണ് JDUവിന് ലഭിച്ചത്. BJP 74 നേടിയപ്പോൾ JDU 43ലേക്ക് ഒതുങ്ങിപ്പോയിരുന്നു. എന്നാൽ BJPയും ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് തന്നെ നൽകി. ബാബു വീണ്ടും മുഖ്യമന്ത്രിയായി. എന്നാൽ ഇത്തവണയും 2 വർഷം തികയും മുൻപേ പുള്ളി തനി സ്വഭാവം കാണിച്ചു. 2022 ഓഗസ്റ്റിൽ NDA വിട്ടു. BJP മന്ത്രിമാർ ഉൾപ്പെട്ട മന്ത്രിസഭ രാജിവെച്ചു. അന്ന് തന്നെ മഹാഗഡ്ബന്ധനിൽ ചേരുകയും അവരുടെ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ തോറ്റ RJD മന്ത്രിസഭയിലെത്തി. തേജസ്വി വീണ്ടും ഉപമുഖ്യമന്ത്രിയായി. ഇത്തവണത്തെ ചാട്ടത്തിന് നിതീഷ് പറഞ്ഞ കാരണം BJP JDUവിനെ പിളർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ നിതീഷിന്റെ ചാട്ടം അവിടം കൊണ്ടും തീർന്നില്ല. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും നിതീഷ് NDAയിലേക്ക് തന്നെ തിരികെ പോയി. തേജസ്വിയും മറ്റ് RJD മന്ത്രിമാരും രാജിവെച്ചു. പകരം BJP മന്ത്രിസഭയിൽ വന്നു. തമാശ എന്താണെന്ന് വെച്ചാൽ RJDക്ക് 75ഉം BJPക്ക് 74 സീറ്റുകൾ ഉള്ളപ്പോഴാണ് 43 സീറ്റ് മാത്രമുള്ള നിതീഷ് ഇരു പാർട്ടികളെയും കുരുങ്ങ് കളിപ്പിച്ച് 5 കൊല്ലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത്. 2024 മുൻപുള്ള ചാട്ടങ്ങൾക്കെല്ലാം എന്തെങ്കിലും കാരണങ്ങൾ പുള്ളി പറയാറുണ്ടായിരുന്നെങ്കിലും ഇത്തവണത്തെ ചാട്ടത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 15 കൊല്ലത്തെ കഥയാണ് ഇതുവരെ പറഞ്ഞത്. അത് ചുരുക്കി ഈ ചിത്രത്തിൽ കാണാം.
അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയം ഒന്നും നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. ബീഹാറിൽ ഏത് തിരഞ്ഞെടുപ്പിലും ഒരു വിജയം മാത്രമേ ഉള്ളൂ, അത് നിതീഷാണ്. രാഷ്ട്രീയം അസാധ്യമായവയെ സാധ്യമാകുന്ന കലയാണെന്ന് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നിതീഷിന്റെ കാര്യത്തിൽ 200% കറക്റ്റ് ആണ്. കേരളത്തിൽ ഒരു പക്ഷേ കെ എം മാണിക്ക് ഇത്തരമൊരു സാധ്യത പലരും കൽപ്പിച്ചിരുന്നു. എന്നാൽ ഇവിടത്തെ മുന്നണി സമവാക്യങ്ങളിൽ പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി വളരെ ദുർബലമാവുകയാണ് ഉണ്ടായത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ നില വെച്ച് ഇത്തവണ എന്ത് സംഭവിക്കാനാണ് സാധ്യത എന്നാണ് നിങ്ങൾ കരുതുന്നത്? ചൊട്ടയിലെ ശീലം ചുടലവര എന്നാണല്ലോ. കഴിഞ്ഞ 10 വർഷവും ബീഹാറിലെ എല്ലാ പാർട്ടികൾക്കും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മന്ത്രിസഭയിൽ ചേരാൻ നിതീഷിന്റെ ചാട്ടങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ.